അല്ല ഇതെന്താ താൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേ? സാറിന്റെ ഏതൊരു ഫ്രണ്ടിന്റെ മോളുടെ ബർത്ത്ഡേ എന്ന്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടെല്ലാം പറഞ്ഞു. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതൊക്കെ തന്നെയാണോ ഏൽപ്പിക്കുന്നേ? അതെ, എന്നെ നല്ല വിശ്വാസാ. താനും കൂടി ഇറങ്ങ്. എനിക്ക് ഈ പെമ്പിള്ളേരുടെ ഫാഷൻസ് ഒന്നും അറിയില്ല, അതാ. ഇറങ്ങ്. ഈ ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാമോ? അതിനെന്താ, വരൂ. ഈ മോഡൽസ് ഒന്ന് കാണിക്കേ. വായി നോക്കി നിൽക്കാതെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താടോ. ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഏറ്റതെന്തിനാ? മാറങ്ങോട്ട്. ഭയങ്കര തമാശക്കാരിയാ. ചേട്ടാ, ഈ വളകളുടെ കളക്ഷൻ എല്ലാം ഒന്ന് കാണിക്കൂ. ഓക്കെ സാർ. വന്നേ. ഈ വളകളിൽ ഏതാ കൊള്ളാവുന്ന നോക്കി. ഇപ്പൊ തനിക്ക് ഏതാ വേണ്ടേ? വളയാണോ അതോ ബ്രേസ്ലെറ്റ് ആണോ? അതാദ്യം തീരുമാനിക്കും. വളയാണ് നല്ലതെന്ന് തോന്നുന്നു. എന്നാ മാറങ്ങോട്ട്. വൈഫ് നല്ല ചൂടിലാണെന്ന് തോന്നുന്നു. വൈഫോ? ആരുടെ വൈഫ്? അല്ല, സാറിന്റെ വൈഫല്ലേ? അല്ല. ഞങ്ങളുടെ കല്യാണത്തിന് ചേട്ടൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പിന്നെ അറിയാതൊന്നും പറയരുത്. സോറി മാഡം. സോറി സാർ. കുഴപ്പമില്ല. സാറെന്നൊന്നും വിളിക്കണ്ട. ഇത് ഞങ്ങളെ വീട്ടിലെ ഡ്രൈവറാ. അതെ, ഞാൻ ഡ്രൈവറാ. ഇത് മേഡമൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാ. ഒന്നിങ്ങോട്ട് വന്നേ. താൻ എന്തിനോട് എന്നെ ജോലിക്കാരി എന്ന് പറഞ്ഞേ? താൻ എന്തിനാ എന്നെ ഡ്രൈവർ എന്ന് പറഞ്ഞേ? പിന്നെ ഡ്രൈവറിനെ ഡ്രൈവർ എന്നല്ലാതെ യജമാൻ എന്ന് പറയാൻ പറ്റൂ? ജോലിക്കാരി ജോലിക്കാരി എന്നല്ലാതെ പിന്നെ വീട്ടുകാരെന്ന് പറയാൻ പറ്റൂ? അയാൾ ചോദിക്കാതെ തന്നെ എന്നെ ഡ്രൈവർ എന്ന് പരിചയപ്പെടുത്തി താൻ ഗോൾ അടിക്കാൻ നോക്കിയപ്പോഴാണ് ഞാൻ മറുഗോൾ അടിച്ചത്. അതുകൊണ്ടേ ഓവർ സ്മാർട്ട് ആവരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്തു മനസ്സിലായി? മനസ്സിലാകാതെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ളത് കൂടി മനസ്സിലാകാതെ പോകും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ എന്താ പറയണ്ടേ? മനസ്സിലായി എന്ന് പറയണോ മനസ്സിലായില്ല എന്ന് പറയണോ? താനൊന്നും പറയാതെ മിണ്ടാതെ വാ അടിച്ചു കൂടെ വന്നാ വാ. ശരി ചേട്ടാ. ശരി അണ്ണ. അണ്ണനെങ്കിൽ അണ്ണൻ വാ.